വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കാം. സോ ആദ്യം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴേക്കുന്ന അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തായാലും നിങ്ങളെല്ലാം കേട്ടൊരു കാര്യമായിരിക്കും. ജോഷുവ സൊട്ടീരിയോ അദ്ദേഹം തന്നെ അതിൻ്റെ സോഷ്യൽ അക്കൗണ്ട് വഴി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടിരിക്കുകയാണെന്ന്. സോ എന്തായാലും ഇതൊരു മ്യൂച്വൽ ടെർമിനേഷൻ ആണെന്നാണ് തോന്നുന്നത്. അതായത് നേരത്തെ തന്നെ ടെർമിനേറ്റ് ചെയ്യാതെ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ക്ലബിന് വലിയൊരു എമൗണ്ട് ഒരു ഫീ ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരും ജോഷുവ സൊട്ടീരിക്ക് അദ്ദേഹത്തെ നേരത്തെ തന്നെ വിട്ട് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു ബാക്കപ്പായിട്ടൊരു പ്ലെയറും ഇരിക്കും, വേണ്ട ആവശ്യത്തിൽ കളിപ്പിക്കാം. സോ ആ ഒരു രീതിയിൽ വെച്ചേക്കുമായിരുന്നു തോന്നുന്നു ജോഷുവ സൊട്ടീരിയെ. ബട്ട് അദ്ദേഹം ഒരു പ്ലെയറാണ്, അദ്ദേഹത്തിന് എത്ര എന്ന് വെച്ചാണ് വെറുതെ ഇരിക്കാൻ സാധിക്കുന്നത്. സോ എന്തായാലും അതുകൊണ്ടാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജോഷുവ സൊട്ടീരിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ഒരു സമയത്ത് ജോഷുവ സൊട്ടീരിയ പോലത്തെ ഒരു പ്ലെയറിൻ്റെ ആവശ്യമാണ് നമുക്കുള്ളത്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കളിക്കാൻ പറ്റുന്ന ഒരു താരങ്ങളെയാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. സോ എന്തായാലും ഗുഡ് ഡിസിഷൻ എന്ന് തന്നെ പറയണം. പക്ഷേ ഒരു വട്ടമെങ്കിലും ജോഷുവ സൊട്ടീരിയുടെ കളി ലൈവായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. സോ എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. ജർഗൻ മോണ്ടിനിഗ്രോ എന്ന് പറയുന്ന കോസ്റ്റാറിക്കൻ ഇൻ്റർനാഷണലിനെ ഏതാണ്ടൊക്കെ സൈൻ ചെയ്യാറായി ഈസ്റ്റ് ബംഗാളിൽ നിന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കൂടാതെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നോക്കിയാലും നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് അടുക്കുകയാണെന്നാണ്. എന്തായാലും മേദി തലാലിൻ്റെ ഒരു പകരക്കാരനായിട്ടാണ് കൊണ്ടുവരുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കോസ്റ്റാറിക്കൻ പ്രീമിയർ ലീഗിലാണ്. അവിടെ ഏതാണ്ട് 15 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളും 5 അസിസ്റ്റും, ഏതാണ്ട് 11 ഗോൾ കോൺട്രിബ്യൂഷൻ ഓൾറെഡി നേടിക്കഴിഞ്ഞു. ഏതാണ്ട് 3 കോടി മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു താരമാണ്, സെൻട്രൽ ഫോർവേഡാണ്. സോ എന്തായാലും ലെഫ്റ്റ് വിങ്ങിലും കളിക്കാൻ പറ്റുന്നൊരു താരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല സൈനിങ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു മികച്ച താരമാണ്, അസിസ്റ്റിന് അസിസ്റ്റ്, ഗോളിന് ഗോൾ എല്ലാം നൽകുന്ന ഒരു മേദി തലാലിനെ പോലെ തന്നെ ഒരു കളിക്കുന്നൊരു താരമാണ്. സോ എന്തായാലും ഒരു നല്ല സൈനിങ് ആയിരിക്കും അത്.